കുറച്ച് നാളുകളായി തന്നെ ബംഗ്ലാദേശ് ഇന്ത്യക്ക് വലിയ തലവേദനയാണ്. അത് വാക്കുകളിലൂടെയായിരുന്നു തലവേദനയെങ്കിൽ ഇപ്പോൾ പ്രവൃത്തിയിലൂടെ മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന് അവരുടെ ചാരസംഘടനയ്ക്ക് പ്രവർത്തിക്കാനായി തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതിന് ശേഷം നമ്മുടെ രണ്ട് വശങ്ങളിലായിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് നിന്ന പാകിസ്ഥാനിൽ ഒന്നിനെ നമ്മൾ മുക്തമാക്കി ബംഗ്ലാദേശാക്കി മാറ്റിയതാണ്. അന്ന് ബംഗ്ലാദേശ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലുള്ള ജനത മറ്റേ പാകിസ്ഥാനിൻ്റെ ജനതയിൽ പട്ടാളത്തിൽ നിന്ന് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ അവഗണനയും എല്ലാം അവസാനിപ്പിച്ച് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന പ്രക്ഷോഭത്തിന് നമ്മൾ പിന്തുണ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശ് എന്നുള്ളൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി പാകിസ്ഥാൻ്റെ ഒരു ഭാഗം നമ്മൾ അടർത്തി മാറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷേ കാലക്രമത്തിൽ പല വിധ മാറ്റങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ബീഗം ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് ഓടിച്ചത് മുതൽ, അവർ ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചതും മുതൽ അവിടെ ഭരണമാറ്റത്തിൻ്റെ ഒരു ലാഞ്ചന വരികയും ഏതാണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് അനുഭവിക്കേണ്ട ഗതികേട് വരികയും ചെയ്തിരിക്കുകയാണ്. ഇതിനായിട്ട് അവർ ആദ്യം ശ്രമിച്ചത് ചൈനയെ കൂട്ടുപിടിക്കാനാണ്. അന്ന് ചൈന ഇന്ത്യയുടെ ശത്രു പോലെ നിന്നതുകൊണ്ട് ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ഗാർഡിയൻ ഓഫ് ഓഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കടൽ തീരത്തേക്കുള്ള നിങ്ങളുടെ ബേ ഓഫ് ബംഗാളും അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓഷനിലേക്കും ഒക്കെ വരുന്ന ആ എൻട്രി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബംഗ്ലാദേശിനോടൊപ്പം നിങ്ങൾ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി പിടിച്ചടക്കൂ എന്നാണ് ചൈനയോട് അവർ ആഹ്വാനം ചെയ്തത്. നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ അവർ പണ്ടേ പറയുന്നുണ്ടല്ലോ, അവരുടെ 5 ഫിംഗേഴ്സിൽ പെട്ടതാണ് അരുണാചലും ഒക്കെ എന്ന്. അതുപോലെ നിങ്ങൾ ആ 7 സിസ്റ്റേഴ്സിനെ പിടിച്ചടക്കിക്കൊണ്ട് ബംഗ്ലാദേശുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഞങ്ങൾക്കും അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അങ്ങനെ നമുക്കിത് ഷെയർ ചെയ്യാമെന്നൊക്കെ ഉള്ളതായിരുന്നു ബംഗ്ലാദേശിൻ്റെ ചിന്ത. അത് ശ്രീ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അഡ്വൈസർ, അതായത് പ്രധാനമന്ത്രിയുടെ തുല്യമായ പദവിയിൽ അല്ലെങ്കിൽ ചീഫ് ഓഫ് ദ കൺട്രി ആയിട്ടിരിക്കുന്ന മുഹമ്മദ് യൂനസിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഇന്ത്യ ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിനുള്ളൊരു വഴിയില്ല. അപ്പോഴാണ് യൂനസിൻ്റെ ബുദ്ധിയിൽ, ഇത് യൂനസിൻ്റെ ബുദ്ധിയല്ല, അമേരിക്കയുടെ ബുദ്ധിയാണ് ഇതെല്ലാം, എന്തായാലും യൂനസിൻ്റെ ബുദ്ധിയിൽ നമുക്ക് തൽക്കാലം പറയാം, യൂനസിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് പാകിസ്ഥാനെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനാക്കി ഇന്ത്യക്കെതിരെ കിഴക്ക് വശത്തും കൂടെ നിർത്തുക. ഇത് അമേരിക്കയുടെ പ്ലാൻ തന്നെയാണ്, വേറെ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് അവർ പാകിസ്ഥാൻ്റെ ജോയിൻ്റ് ആർമി ചീഫായിട്ടുള്ള ശ്രീ സഹീർ ഷംസാദ് മിർസ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനൊരു കോഫി ബുക്ക് സമ്മാനിച്ചു, കോഫി ടേബിൾ ബുക്ക്. ആ ബുക്കിനകത്ത് ഈ ബംഗ്ലാദേശിൻ്റെ ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പിൽ ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായൊരു ബംഗ്ലാദേശ് അവർ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ നേരത്തെ പറഞ്ഞിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതി പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇത് നമ്മുടെ വിദേശകാര്യ വകുപ്പിനെ വളരെയധികം പ്രകോപിപ്പിക്കുകയും നമ്മളിതിനെ പ്രതിഷേധിക്കുകയും നമ്മുടെ രൺധീർ സിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ നമ്മുടെ വിദേശകാര്യ വക്താവ് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിട്ടും പാകിസ്ഥാന് ബംഗ്ലാദേശിനൊരു കുലുക്കമില്ലെന്ന് മാത്രമല്ല, അവർ ഇപ്പോൾ അറിയുന്നത് അവരുടെ ട്രേഡ് റിലേഷൻസിന് മാത്രമല്ല, അതുപോലെ തന്നെ യുദ്ധത്തിനും കൂടെയുള്ള ഒരു കരാറാണിപ്പോൾ അവർ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ കരാറാണ് പാകിസ്ഥാനുമായിട്ട് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, വളരെ രഹസ്യമായിട്ട് റോയ്ക്ക് വിവരം കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണർ ഓഫീസ്, ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷണർ ഓഫീസിൽ ഒരു ISI ചാര സംഘം കൂടി, 10 അംഗ ചാര സംഘം കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യം ഇന്ത്യയും ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ആണ് എന്നാണ് അറിയുന്നത്. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതാണ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാർ പോലുള്ള പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ
പ്രമുഖ നേതാക്കളടക്കമുള്ളവർ പോകുമ്പോൾ ഇത് വളരെ ജാഗ്രതയോടെ കാണേണ്ടതാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് എപ്പോൾ വേണോ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ളവരുണ്ട്. നുഴഞ്ഞു കയറിയവർ തന്നെ പലരും ബീഹാറിലും ബംഗാളിലുമൊക്കെ ആസാമിലും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഇതിന് UP-യിൽ വരെ അങ്ങനെ ബംഗ്ലാദേശികൾ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ 65,000 പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയപ്പോൾ ആധാർ കാർഡുള്ളവരെ, ടെമ്പററി ആയ ആധാർ കാർഡും തെറ്റായ ആധാർ കാർഡും ഒക്കെ ഉള്ളവരെ വരെ ഉൾപ്പെടുത്തിയിട്ടും 45 ലക്ഷം പിന്നെയും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബീഹാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ തന്നെ 45 ലക്ഷം പേര് പുറത്ത് നിൽക്കുന്നതിലധികവും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ ഒരു ചാര നെറ്റ്വർക്ക് പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സന്നാഹങ്ങൾ ഇന്ത്യക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഈ ബംഗ്ലാദേശിന്റെ ലക്ഷ്യം എന്താണ്? ഈ പണത്തിന് വേണ്ടിയാണോ, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ, മതപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ? അവർക്ക് പ്രധാന ലക്ഷ്യം മുഹമ്മദ് യൂനിസിനെ പോലുള്ള സംഘങ്ങൾക്ക് അവിടെ നിർവ്യാജം അല്ലെങ്കിൽ ഭരണം നടത്തി അവർക്ക് മുന്നോട്ട് പോകണം. നിർവ്യാജമല്ല, അവർക്ക് എല്ലാ കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിർദോഷമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ കുൽസിത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിർവ്യാജവും നിർദോഷവുമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ വന്നപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായ പ്രതിസന്ധി നമുക്കറിയാം. വെള്ളം പോലും ലഭിക്കുന്നില്ല. ആ സാഹചര്യം മനസ്സിലാക്കി അതിനേക്കാൾ തീവ്രമായ പ്രശ്നങ്ങളാണ് ബംഗ്ലാദേശിന് വരിക. പക്ഷെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ജനതയല്ല അവർക്ക് പ്രധാനം. അതൊരു മിലിറ്ററി കൂപ്പ് പോലെ പിടിച്ചടക്കിയ സ്ഥലമാണ്. നമ്മളത് മനസ്സിലാക്കണം. ജനാധിപത്യപരമായി അവിടെ നിന്നിരുന്ന ബീഗം ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഒരു പട്ടാള ഭരണത്തിന് തുല്യമായൊരു ഭരണം തന്നെയാണ്. ജനങ്ങളുടെ സമരം എന്ന് പറയുന്നെങ്കിലും അത് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രക്ഷോഭമാണ്. ചില വർഗീയവാദികളും ചില വിഘടനവാദികളും ഒക്കെ ചേർന്ന് അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ അമേരിക്കക്കടക്കം വലിയ പങ്കുണ്ട്. പാകിസ്ഥാൻ അതിനകത്ത് റോളുണ്ട്. മറ്റു പല എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾക്കും അതിനകത്ത് റോളുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇന്ത്യക്ക് നേരെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന ഒരു റഡാറും കൂടെ അല്ലെങ്കിൽ ഒരു ആയുധ സേനയും കൂടെ അവിടെ വരിക. അല്ല, ഇങ്ങനൊരു നീക്കത്തിന് കാരണം ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സംഘർഷം നിലനിൽക്കുമ്പോൾ അവിടുത്തെ നേതാക്കൾ, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ഇത് ഡൽഹിയിലെ തീരുമാനമാണെന്ന്. അപ്പോൾ അതിനൊരു പകരമായിട്ടാണോ, ഒരു തിരിച്ചടിയായിട്ടാണോ ഇന്ത്യയുടെ സമീപ പ്രദേശത്തെ ബംഗ്ലാദേശിനെ നോട്ടമിടുന്നത്? അല്ല, അത് പിന്നെ നമ്മൾ ഇതുവരെയും അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശ് നമ്മൾ അഫ്ഗാനുമായിട്ടുണ്ടാക്കിയ ബന്ധം എന്ന് പറയുന്നത് അഫ്ഗാൻ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട ബന്ധമാണ്. നമ്മൾ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയതല്ല. അല്ല, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ചിന്തയുണ്ട്, സമാധാന കരാറിൽ എത്തണമെന്ന് ചിന്തയുണ്ട്, പക്ഷെ അഫ്ഗാനിസ്ഥാനും ആഗ്രഹമുണ്ട്, പക്ഷെ ഡൽഹിയിൽ നിന്നും അനുവാദം ലഭിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നിർദോഷമെന്ന് തോന്നുന്ന കള്ളങ്ങൾ എപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ടെന്നാണ്. അത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ സമ്മതിക്കില്ല. അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനെ അടികൊടുക്കണമെന്നുള്ള ചിന്ത തന്നെയാണ്. അവരുടെ പശ്തൂൺ പ്രദേശം തങ്ങളുടേതാണെന്നും അത് തങ്ങളുടെ കൈവശത്തിൽ വരണമെന്നുമാണ് അഫ്ഗാൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇവർ പറഞ്ഞാലും അവിടെ യാതൊരു ഗുണവും കിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. ഇന്നലെ വരെ പറഞ്ഞത് അങ്ങനെയല്ല. പാകിസ്ഥാനെ അഫ്ഗാൻ നിർദ്ദയം പെരുമാറുന്നു, തീവ്രവാദികളെ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ആ കുഴപ്പം മുഴുവൻ ഇന്ത്യയുടെ പടലിൽ ചുമത്തുകയാണ് അവർ ചെയ്യുന്നത്. സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ളവരുടെ ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴിത് ഉദയം ചെയ്തിരിക്കുന്നത്. മുമ്പ് ചൈന നമുക്ക് പ്രതിരോധമായിരുന്നപ്പോൾ അവർ വേറെ ഒന്നും നമുക്ക് ചെയ്തിരുന്നില്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പോയിരുന്നത്. അതിന് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക നിൽക്കാമെന്നുള്ളതായിരുന്നു പദ്ധതി. പക്ഷേ റിക്ക് വന്നതോടുകൂടി റഷ്യ, ഇന്ത്യ, ചൈന ആ ഒരു ബന്ധം ശക്തമായി നമ്മളൊരു പുതിയ ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഉണ്ടാക്കിയതോടുകൂടി അമേരിക്കയ്ക്ക് ഭയം വർദ്ധിക്കുകയും അമേരിക്കയുടെ റിയൽ സ്റ്റേറ്റും ഡീപ് സ്റ്റേറ്റും ട്രംപും പാകിസ്ഥാനും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായി ഉണ്ടാക്കുന്ന ഗൂഢപദ്ധതികളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഇത് ബംഗ്ലാദേശിന് ഭവിഷ്യത്തായി വരും. പക്ഷേ ഇന്ത്യക്ക് രണ്ട് സ്ഥലത്ത് ആക്രമിക്കേണ്ട ഒരു പ്രശ്നം ഇനിയുണ്ടാവും. പിന്നെ ഒരു ഗുണമുണ്ട്. ചൈന ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെ അടിച്ചാലും പാകിസ്ഥാൻ എന്ന രീതിയിലിരിക്കുന്ന ബംഗ്ലാദേശിനെ അടിച്ചാലും
ചൈനയിൽ നിന്നൊരു ശല്യം ഉണ്ടാവില്ല, സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ആശ്വാസം നമുക്കുണ്ട്. എന്തായാലും ഈ രണ്ട് വിപത്തുകളെ നമ്മൾ വിപത്തുകളായി കാണണം. 1947 മുതൽ നമുക്ക് ശല്യമായിട്ട് നിൽക്കുന്ന വിപത്തുകളാണ് പാകിസ്ഥാൻ്റെ വിഭജനത്തോടുകൂടി വന്നിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഗാന്ധിജി അന്ന് ഒരുപാട് പറഞ്ഞത് ഈ വിഭജനം ഒഴിവാക്കണമെന്ന്. പക്ഷേ ഈ വിഭജനം ഒഴിവാക്കാനായിട്ട് ആരും തന്നെ തയ്യാറായില്ല. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇനിയും നമ്മുടെ ഘട്ടം ഘട്ടമായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം യോജിപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മര്യാദയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ വിഭജിച്ച് ഇനിയും കഷണങ്ങളായി പോകുന്നതിനുള്ള സാഹചര്യമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും പരസ്പരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് തീ കൊളുത്താനാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും റിയൽ സ്റ്റേറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതവർക്ക് ആപത്താവും, ട്രംപിന് ചിരിക്കാൻ വകയുമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.